ആരാധനാക്രമ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനമായും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ദേവാലയവും ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമാണ് നാം പഠിക്കുന്നത്. ദേവാലയത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം, ചരിത്രപരമായ പശ്ചാത്തലം, ദൈവാലയത്തിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം, ഈ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ ക്രിസ്തുവിനെയും ദൈവജനത്തെയും ദൈവാലയം എന്നാണ് വിളിച്ചിരുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 16 അധ്യായം 17 വാക്യം. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളാണ് ക്രിസ്ത്യാനികൾ എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവരിൽ വസിക്കുകയും അവരെ സജീവമായ ദൈവത്തിൻ്റെ ആലയമെന്ന് വിളിക്കുകയും ചെയ്തു. എല്ലാ ദേവാലയങ്ങളും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ആരാധനാക്രമത്തിന് നേതൃത്വം വഹിക്കുവാനുമുള്ള സ്ഥലമാണ്. രൂപതാധ്യക്ഷൻ്റെ ഭദ്രാസന ദേവാലയമാണ് എല്ലാ ദൈവാലയങ്ങൾക്കും മാതൃകയായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മെത്രാൻ പട്ടം സ്വീകരിച്ച മേൽപ്പട്ടക്കാരനും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച പുരോഹിതനും പൊതുപൗരോഹിത്യത്തിലെ അംഗങ്ങളായ ദൈവജനവും ആരാധനാക്രമത്തിനായിട്ട് ഒരുമിച്ച് കൂടുന്ന ദൈവാലയത്തിലാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭ തൻ്റെ അസ്തിത്വം പ്രകടമാക്കുന്നത്. വിശുദ്ധ ദൈവാലയത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിൽ സോളമൻ രാജാവ് പണികഴിച്ചതായ ദൈവാലയത്തെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം എസ്രായുടെയും നെഹമിയായുടെയും സമയത്ത് പണികഴിപ്പിച്ചതായ ദൈവാലയത്തെപ്പറ്റി ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദൈവാലയം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം ഹെറോദേസിൻ്റെ ദേവാലയങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെയും മനുഷ്യൻ്റെ ശരീരത്തെയും ദൈവാലയമായി പുതിയ നിയമഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്. ദൈവാലയം പിതാവിൻ്റെ ഭവനമായിട്ടാണ് പുതിയ നിയമത്തിൻ്റെ പഠനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം 16 വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദേവാലയം പ്രാർത്ഥനാലയമാണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും, എൻ്റെ ആലയം എല്ലാ ജനതയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണെന്ന് അറിയപ്പെടും. യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകം 56 അധ്യായം 7 വാക്യം. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു ദൈവാലയത്തെ പ്രാർത്ഥനാലയമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സഭയും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായി പോയതിനെപ്പറ്റി അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം 9 മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോവുകയായിരുന്നു. പൗലോസും ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 22 അധ്യായം 17 വാക്യം. യേശുക്രിസ്തു തന്നെ ദൈവാലയത്തിൽ പോയി ജനത്തെ പഠിപ്പിച്ചിരുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകനും ദൈവാലയത്തിൽ വെച്ച് യേശു പഠിപ്പിക്കുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പ്രബോധനത്തിൽ ജനങ്ങൾ വിസ്മയിക്കുന്നതും വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശു ക്രിസ്തു ദൈവാലയത്തിൽ പഠിപ്പിച്ചതുപോലെ തന്നെ അപ്പോസ്തലന്മാരും ദൈവാലയത്തിൽ പഠിപ്പിച്ചത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരാഗൃഹത്തിലായിരുന്ന അപ്പോസ്തലനോട് കർത്താവിൻ്റെ ദൂതൻ വന്ന് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവൻ്റെ വചനം പ്രസംഗിക്കുവിൻ. അപ്പോസ്തല പ്രവർത്തനം 5 അധ്യായം 20 വാക്യം.
അങ്ങനെ അവർ ദേവാലയത്തിൽ ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 25-ാം വാക്യം. ആദിമസഭ ദേവാലയത്തിലും ഭവനത്തിലും പ്രസംഗിച്ചു എന്നതിന് നമുക്ക് തെളിവുകളുണ്ട്. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും അവർ വിരമിച്ചില്ല. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 42-ാമത്തെ വാക്യം. വിശുദ്ധ പൗലോസ്ലീഹ തന്നെ ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ആലയമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ വളർച്ചയെപ്പറ്റിയും വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്ന ഉപമയും ശ്രദ്ധേയമാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് ദേവാലയമെന്ന് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. യേശു ദേവാലയം ശുദ്ധീകരിച്ച ശേഷം ദൈവാലയത്തെ പറ്റിയുള്ള യേശുവിൻ്റെ പഠനം അത്യന്തം പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19-ഉം 21-ഉം വാക്യങ്ങൾ. ആദിമസഭയിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നതായ പതിവ് ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിക്കുവാനായിട്ട് ആദിമസഭ ഭവനങ്ങൾ തോറും ഒരുമിച്ച് കൂടുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന വസ്തുത ബന്ധിപ്പിക്കുന്നതിനാണ് യഹൂദരുടെ പെസഹ ആഘോഷവുമായി അന്ത്യത്താഴത്തെ കൂട്ടി യോജിപ്പിച്ചത്. പെസഹ ആഘോഷം ഭവനങ്ങളിൽ നടത്തിയതുപോലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ യേശുവിൻ്റെ ഓർമ്മയ്ക്കായി അവർ നിർവഹിച്ചു. പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കായിട്ട് ആദിമസഭ ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി. ഇത്തരം ഭവനങ്ങളെ സഭയുടെ ഭവനങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അതിനുശേഷം സഭ ഒരുമിച്ച് വരുവാൻ ഉപയോഗിച്ച സ്ഥലത്തിനും സഭ എന്നർത്ഥമുള്ള എക്ലേസിയ എന്ന പദം അഥവാ പള്ളി എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ആരാധനാക്രമത്തിനായി വിളിച്ചു കൂട്ടപ്പെട്ടതായ സഭയെയും സ്ഥലത്തെയും എക്ലേസിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കി. പള്ളിക്ക് ഹീബ്രു, സുറിയാനി, അറബി എന്നീ ഭാഷകളിലെ ഈത്തോ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ദൈവജനത്തിൻ്റെ സംഘം അഥവാ സഭ എന്നാണ് അർത്ഥം. ദൈവാരാധന നടത്തുന്ന കെട്ടിടം അഥവാ പള്ളി എന്നും ഇതിന് അർത്ഥമുണ്ട്. വിശ്വാസികളുടെ ഐക്യം എന്നും ഇതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. ജെറുസലേമിലെ ക്രിസ്ത്യാനികൾ AD 70 യഹൂദരുടെ ദേവാലയം തകർക്കപ്പെടുന്നതുവരെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നു. യഹൂദരുമായുള്ളതായ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിനൊരു കാരണം ദൈവാലയം തകർക്കപ്പെട്ടതാണ്. റോമിലെ ക്രിസ്ത്യാനികൾ യഹൂദരുടെ സിനഗോഗുകളിലാണ് ആദ്യകാലങ്ങളിൽ സമ്മേളിച്ചിരുന്നത്. റോമിൽ 1-ാം നൂറ്റാണ്ടിൽ 13 സിനഗോഗുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ആരാധനാക്രമ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ ദൈവാലയങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. AD 232 പണി കഴിപ്പിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന സിറിയയിലെ ദൂര യൗഗോപ്പോസ് എന്ന സ്ഥലത്തെ ഥൂവൂസ് എക്ലേസിയയാണ് ആദ്യമായി ആരാധനാലയമായിട്ട് പണി കഴിപ്പിച്ചതായ കെട്ടിടം. ഇനിയും നമ്മൾ ആരാധിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദൈവാലയത്തിൻ്റെ സവിശേഷതകളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണ്. സമൂഹത്തിൽ ചില വ്യക്തികൾക്കെങ്കിലും ഒരു ചിന്തയുണ്ട്, എന്തിനാണ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? ദൈവം എല്ലായിടത്തുമില്ലേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേ എന്നുള്ളതായ ചിന്ത ചില വ്യക്തികളെങ്കിലും പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്കറിയാം. ദൈവാലയവും മറ്റിടങ്ങളും തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ് എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ദൈവത്തിൻ്റെ 5 വിധത്തിലുള്ളതായ സാന്നിധ്യങ്ങൾ ഒരുമിച്ചനുഭവിച്ചറിയുന്ന സ്ഥലമാണ് നാം ആരാധിക്കുന്ന പരിശുദ്ധ ദൈവാലയം. ഏതെല്ലാമാണ്
ഈ 5 വിധത്തിലുള്ളതായ സാന്നിധ്യങ്ങൾ. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ സാർവത്രിക സാന്നിധ്യം അഥവാ യൂണിവേഴ്സൽ പ്രസൻസ്. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ പ്രതിശ്രുത സാന്നിധ്യം അഥവാ പ്രോമിസ്ഡ് പ്രസൻസ്. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യം അഥവാ ഡെഡിക്കേറ്ററി പ്രസൻസ്. നാലാമത്തേത് യൂക്കറിസ്റ്റിക് പ്രസൻസ് അഥവാ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം. അഞ്ചാമത്തേത് ദൈവവചനത്തിൻ്റെ സാന്നിധ്യം അഥവാ പ്രസൻസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ഈ 5 സാന്നിധ്യങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചറിയുന്ന സ്ഥലമാണ് പരിശുദ്ധ ദൈവാലയം. ഒന്നാമത്തെ സാന്നിധ്യം തന്നെ നമുക്ക് കാണാം. ദൈവം സർവ്വവ്യാപിയാണെന്ന സത്യം നമുക്കറിയാം. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള ഗാനം നാം ഓർമ്മിക്കുന്നുണ്ടാകാം. ദൈവത്തിന് നിരന്തരമായ സാന്നിധ്യമില്ലാത്ത യാതൊരു സ്ഥലവും യാതൊരു നിമിഷവും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ഈ സാർവത്രികമായ സാന്നിധ്യം എല്ലാ ദൈവാലയങ്ങളിലുമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 1-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും ഉൾക്കൊള്ളാനാകാത്ത ദൈവത്തെ താൻ പണിയുന്ന ആലയത്തിന് ഉൾക്കൊള്ളാനാവില്ലെന്ന് ജ്ഞാനിയായ സോളമൻ തന്നെ തുടർന്ന് സമ്മതിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സാന്നിധ്യമാണ് പ്രതിശ്രുത സാന്നിധ്യം അഥവാ പ്രോമിസ്ഡ് പ്രസൻസ്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്നും 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നും കർത്താവ് തൻ്റെ ശ്ലീഹന്മാരോട് കൽപ്പിച്ചപ്പോൾ ഈ ഭൗതികമായ സാന്നിധ്യമാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തത്. ദൈവാരാധനയ്ക്കായി വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് യേശു ക്രിസ്തു കർത്താവും രക്ഷിതാവുമാണെന്ന് ഏറ്റുപറയുമ്പോൾ സഭയുടെ പൊതുനന്മയ്ക്കായി സഭാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക വരങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ കർത്താവ് പ്രത്യേകമായ വിധത്തിൽ ഈ സ്ഥലത്ത് തൻ്റെ വാഗ്ദാന പ്രകാരം നിഗൂഢമായി സന്നിഹിതനാകുന്നുണ്ട്. മൂന്നാമത്തെ സാന്നിധ്യമാണ് പ്രതിഷ്ഠിത സാന്നിധ്യം അഥവാ ഡെഡിക്കേറ്ററി പ്രസൻസ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വേദഭാഗമാണ് ഇതിന് അടിസ്ഥാനം. തൻ്റെ സഹോദരനായ ഏസാവുമായി പിണങ്ങി യാക്കോബ് വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുകയും വഴിയാത്രയ്ക്കിടയ്ക്ക് രാത്രിയിൽ ലൂസ് എന്ന സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അവൻ ഉറങ്ങുവാനായിട്ടും കിടന്നു. അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നതായി ഒരു ഗോവേണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവേണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. ആശ്ചര്യഭരിതനായി യാക്കോബ് നിദ്രയിൽ നിന്നുണർന്ന് പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. ഈ സ്ഥലം എത്ര ഭയാജനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ദൈവഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രതിഷ്ഠ ദൈവം അംഗീകരിച്ചതിൻ്റെ അടയാളമായി പിന്നെ ഒരു അവസരത്തിൽ യാക്കോബിനോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, നീ കൽത്തൂണിന് അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബഥേലിലെ ദൈവമാണ് ഞാൻ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 13-ാം വാക്യം. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും എന്ന് കർത്താവ് നഥാനിയേലിനോട് പറഞ്ഞപ്പോൾ ബഥേലിലെ ഈ സംഭവം അനുസ്മരിക്കുകയായിരുന്നു. നമ്മുടെ പള്ളി കുദാശയിൽ വിശുദ്ധ ത്രോണോസ് വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേചിക്കുന്നതും റൂഷ്മ ചെയ്ത്
വിശുദ്ധ ദേവാലയം കൂദാശ ചെയ്യുന്നതും ഈ വേദഭാഗം ആസ്പദമാക്കിയാണ്. ഇതുമൂലം ദൈവാലയത്തിൽ പ്രതിഷ്ഠിതമായ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നതാണ്. നാലാമത്തെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അഥവാ യൂക്കറിസ്റ്റിക് പ്രസൻസ്. വിശുദ്ധ കുർബാന അർപ്പണം വഴിയായി കർത്താവ് അപ്പത്തിലും വീഞ്ഞിലും തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരങ്ങളോടുകൂടി അമൂല്യമായ വിധത്തിൽ എഴുന്നള്ളി ദൈവത്തിൻ്റെ പരിത്രാണാത്മകമായ സാന്നിധ്യം അഥവാ റിഡംറ്റീവ് പ്രസൻസ് നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവാലയം എന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവിടുത്തെ ശരീരം ദൈവം നിത്യതയിൽ സംവിധാനം ചെയ്ത നിത്യകൂടാരമാണ്. ജെറുസലേം ദൈവാലയം അതിൻ്റെ പ്രതിരൂപവുമാണ്. അഞ്ചാമത്തെ സാന്നിധ്യമാണ് ദൈവവചനത്തിൻ്റെ സാന്നിധ്യം അഥവാ പ്രസൻസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. പ്രത്യേകമായും നമ്മുടെ പരിശുദ്ധ മദ്ബഹായിൽ ത്രോണോസിനോട് ചേർത്ത് വിശുദ്ധ സുവിശേഷം പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. അതുകൂടാതെ നമസ്കാരമേശയിൽ വിശുദ്ധ ബൈബിളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആദിമകാലത്ത് വിശ്വാസികൾ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകം ചുംബിച്ചതിന് ശേഷമായിരുന്നു ശുശ്രൂഷയിൽ സംബന്ധിച്ചിരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ 5 തരത്തിലുള്ളതായ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാർവത്രികമായ സാന്നിധ്യം, പ്രതിശ്രുത സാന്നിധ്യം, പ്രതിഷ്ഠിത സാന്നിധ്യം, വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, ദൈവവചനത്തിൻ്റെ സാന്നിധ്യം എന്നീ സാന്നിധ്യങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് വച്ച് സമ്മേളിച്ചിരിക്കുന്നതാണ് പരിശുദ്ധമായ ദൈവാലയം. അതിനാലാണ് പള്ളി ദൈവം സ്ഥിരമായി വസിക്കുന്ന സ്ഥലം തന്നെയാണ് എന്ന് പറയുന്നത്. തന്മൂലം ദൈവാലയം ക്രൈസ്തവ വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി സമ്മേളിക്കാനുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് ഞായറാഴ്ച തോറും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് നാം പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടനം തന്നെയാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യപ്രകാരം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് യഥാർത്ഥ തീർത്ഥാടന അരൂപിയോടുകൂടിയാണ്. സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതിരൂപമായ ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള നമ്മുടെ പരമമായ തീർത്ഥയാത്രയുടെ ഒരു മുന്നാസ്വാദനമാണ്. അതോടൊപ്പം തന്നെ ഹ്രസ്വമായ പതിപ്പുമാണ് ഞായറാഴ്ച തോറും ഇടവക പള്ളിയിലേക്ക് നാം നടത്തുന്നതായ ഈ തീർത്ഥാടനം. ജെറുസലേം ദൈവാലയത്തിലേക്ക് നമ്മുടെ കർത്താവും പരിശുദ്ധ കന്യകാമറിയാമും വിശുദ്ധ യൗസേപ്പും നടത്താറുണ്ടായിരുന്ന തീർത്ഥാടനത്തിന് തുല്യമാണത്. ദൈവാലയത്തിൻ്റെ സവിശേഷതകളെപ്പറ്റിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. തുടർന്ന് ദൈവാലയത്തിൻ്റെ വിവിധ പ്രതീകങ്ങളെ പറ്റി, പ്രത്യേകിച്ച് പഴയ നിയമത്തിലുള്ളതായ വിവിധ പ്രതീകങ്ങളെ നമുക്കൊന്ന് കാണാം. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഏദൻ തോട്ടത്തോട് സദൃശ്യമാണ് നമ്മുടെ പരിശുദ്ധ ദൈവാലയം. ഏദനിലെ ജീവവൃക്ഷത്തിൻ്റെ സ്ഥാനമാണ് പള്ളിയിലെ കുരിശിനുള്ളത്. പ്രത്യേകിച്ച് ത്രോണോസിന്മേൽ വെച്ചിരിക്കുന്ന കുരിശ് പ്രകാശത്തിൻ്റെ സ്ലീബ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് സൂചിപ്പിക്കാനായിട്ടാണ് കുരിശിൻ്റെ മുമ്പിൽ കത്തിച്ച മെഴുകുതിരി നമ്മൾ സ്ഥാപിക്കുന്നത്. ജീവവൃക്ഷത്തെ കാക്കുന്ന കെരൂബുകൾക്ക് സദൃശ്യമാണ് കുരിശിൻ്റെ ഇരുവശവുമുള്ള 2 മെഴുകുതിരികൾ. ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് കുരിശിൻ്റെ മുമ്പിൽ കാസായിലും പീലാസായിലുമുള്ള തിരുശരീര രക്തങ്ങൾ. ഏദൻ തോട്ടത്തെ നനയ്ക്കുന്ന 4 നീർച്ചാലുകളാണ് ഏവൻഗേലിയൻ പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായ 4 സുവിശേഷങ്ങൾ. 2-ാമത്തെ പ്രതീകം സീനായി മലയോട് ദൈവാലയത്തെ ഉപമിച്ചിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് ആധാരം. മദ്ബഹ ദൈവം ഇറങ്ങി വന്ന സീനായി മലയ്ക്ക് സദൃശ്യമാണ്. പാളയത്തിന് പുറത്ത് ജനം നിലയുറപ്പിച്ചിരുന്ന മലയുടെ അടിവാരത്തിന് തുല്യമാണ് നമ്മുടെ ദൈവാലയത്തിലെ ഹൈക്കല. ഇസ്രായേൽക്കാർ ഈ മലയെ സ്പർശിക്കാതിരിക്കാനായി മലയ്ക്കും താഴ്വരയ്ക്കും ഇടയിലുണ്ടായിരുന്നതായ വേലിയാണ് കെസ്ത്രോമായുടെ അഴിക്കാലുകൾ. ധൂപക്കുറ്റിയിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്ന പുക സീനായ് മലയിൽ കാണപ്പെട്ടതായ മേഘത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവാലയത്തെ മോറിയ മലയോട് ഉപമിക്കുന്നുണ്ട്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിച്ചത് മോറിയ മലയിൽ വെച്ചാണ്. ദഹനബലിക്കുള്ള വിറകും എടുത്തുകൊണ്ട് ഇസഹാക്ക് മോറിയ മലയിലേക്ക് നടന്നതിന്
കർത്താവ് മരക്കുരിശും എടുത്തുകൊണ്ട് ഗോകുൽത്താ മലയിലേക്ക് പോയതിൻ്റെ പ്രതിരൂപമായി ചിത്രീകരിക്കുന്നുണ്ട്. ക്രിസ്തു എന്ന കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്ന പള്ളി ആത്മീയ മോറിയ മലയായിട്ട് കരുതപ്പെടുന്നു. നാലാമതായി, യാക്കോബ് തൻ്റെ ദർശനത്തിലെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായ ആത്മീയ ഗോവേണിയോട് പള്ളിയെ ഉപമിക്കുന്നുണ്ട്. പള്ളിയുടെ ആഭ്യന്തര ശില്പം പടിഞ്ഞാറേ വാതിൽ മുതൽ ഒരു ഗോവേണിയുടെ മാതൃകയിലാണ്. പള്ളിക്കകത്തെ ഓരോ വിഭാഗത്തെയും വേർതിരിക്കുന്നതായ പടികൾ അതാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കാഴ്ചവസ്തുക്കൾ ദൈവദൂതന്മാർ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. അത് തിരികെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി വിശ്വാസിക്ക് ലഭിക്കുന്നു. ദൈവാലയത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് പുറപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സമാഗമ കൂടാരം. ഞാൻ അവരുടെ ഇടയിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിലായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-9 വാക്യങ്ങൾ. മോശ കൂടാരം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. പുറപ്പാട് 40:34. ദൈവവും പുതിയ നിയമത്തിലെ ദൈവജനവും തമ്മിലുള്ളതായ സമാഗമം നടക്കുന്ന സ്ഥാനമാണ് പരിശുദ്ധ ദൈവാലയം. മറ്റൊരു പ്രതീകം പുറപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഏലീം എന്ന സ്ഥലമാണ്. പരിശുദ്ധ ദൈവാലയത്തെ ഈ സ്ഥലത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഇസ്രായേൽക്കാരുടെ മണലാരണ്യത്തിലെ 40 വർഷത്തെ യാത്രക്കിടയിൽ അനുഭവിച്ച സന്തോഷത്തിൻ്റെ സ്ഥലമാണ് ഏലീം. സ്വർഗീയ കനാൻ യാത്രയിലുള്ള നമ്മുടെ വിശ്രമസ്ഥാനമാണ് ദൈവാലയം അഥവാ പള്ളി. അവിടെ കൂദാശകളാകുന്ന നീരുറവകളും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ വിവരിച്ചിരിക്കുന്ന നോഹയുടെ പെട്ടകത്തോട് പരിശുദ്ധ ദൈവാലയത്തെ ഉപമിക്കുന്നുണ്ട്. പാപപ്രളയത്തിൽ നിന്ന് നാമും രക്ഷപ്പെടുന്നതിനുള്ള ആത്മീയ പെട്ടകമാണ് പരിശുദ്ധ ദൈവാലയം. പാപപ്രളയത്തിനപ്പുറത്ത് ദൈവം ലോകത്തെ തന്നോട് തന്നെ രഞ്ജിപ്പിക്കുന്ന പ്രക്രിയയാണ് ദൈവാലയത്തിൽ നടക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണം നടന്നതായ താബോർ മലയോടും ദൈവാലയത്തെ ഉപമിക്കുന്നുണ്ട്. കർത്താവ് തേജസ്കരണം പ്രാപിച്ച താബോർ മല ദൈവാലയത്തിൻ്റെ പ്രതിരൂപമാണ്. ക്രിസ്തുവിൻ്റെ തേജസ് ദർശിച്ചതായ ശ്ലീഹന്മാരുടെ അനുഭവമാണ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ ഓരോ വിശ്വാസിയും അനുഭവിച്ചറിയുന്നത്. ദൈവാലയത്തിലെ കുരിശിന് മുമ്പിലുള്ളതായ മെഴുകുതിരി നമ്മുടെ കർത്താവിൻ്റെ പ്രതീകവും ഇരുവശത്തുള്ളതായ തിരികൾ മോശയെയും ഏലിയായെയും സൂചിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന സോവാർ പട്ടണത്തോട് പരിശുദ്ധ ദൈവാലയത്തെ ഉപമിക്കുന്നുണ്ട്. സോദോം നഗരത്തിൽ മ്ലേച്ഛത നിറഞ്ഞപ്പോൾ ദൈവകോപത്തിൻ്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ലോത്ത് ഓടിപ്പോയത് സോവാറിലേക്കാണ്. പാപം നിറഞ്ഞ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സ്ഥലമാണ് പരിശുദ്ധ ദൈവാലയം. സ്വർഗീയ കനാൻ നാടിൻ്റെ പ്രതീകമാണ് നമ്മുടെ പരിശുദ്ധ ദൈവാലയം. സോളമൻ പണി കഴിപ്പിച്ചതായ ജെറുസലേം ദേവാലയത്തോട് പുതിയ നിയമത്തിലെ ദൈവാലയത്തെ ഉപമിക്കുന്നുണ്ടല്ലോ. ദൈവാലയങ്ങളെല്ലാം പണിയപ്പെടുന്നത് തന്നെ ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിലാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് ഇസ്രായേൽ ജനം നടത്തിയിരുന്നതായ തീർത്ഥാടനത്തെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ജെറുസലേമിനെയാണ് തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തത്. അതുപോലെ പള്ളികൂദാശ മൂലം തൻ്റെ വാസസ്ഥലമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഇടവക ദൈവാലയത്തിലേക്ക് ഞായറാഴ്ച തോറും വിശ്വാസികൾ നടത്തുന്നതായ തീർത്ഥാടനം സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പരിശുദ്ധ ദൈവാലയത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനവും ചരിത്രപരമായ പശ്ചാത്തലവും പ്രതീകാത്മകമായ അർത്ഥവുമാണ്. തുടർന്ന് വരുന്നതായ ക്ലാസ്സിൽ പരിശുദ്ധ ദൈവാലയത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.